പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഒരു നാട് മുഴുവൻ അർജുനായി കാത്തിരിക്കുന്നു. കർണാടകയിലെ അങ്കോലയ്ക്കടുത്ത് ശിരൂരിൽ കുന്നിടിഞ്ഞു വീണ് ലോറിയടക്കം കാണാതായ സാഹചര്യത്തിൽ കോഴിക്കോട് സ്വദേശിയായ അർജുന് വേണ്ടി പ്രാർത്ഥനയോടെ ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നു. 4 ദിവസമായി മണ്ണിനടിയിൽ അകപ്പെട്ട അർജുനെ രക്ഷിക്കാൻ രാഷ്ട്രീയം മറന്ന്, ഭാഷ മറന്ന്, മറ്റെല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മലയാളികൾ ഒരുമയോടെ പ്രവർത്തിക്കുന്നു. 2 വെള്ളപ്പൊക്കവും നിപ്പയും കൊറോണയും മറ്റു പ്രതിസന്ധികളെല്ലാം മുന്നിൽ കണ്ട കേരള ജനതയ്ക്ക് അർജുൻ തിരികെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു, കോൺഗ്രസുകാർ വിളിക്കുന്നു, മറ്റ് രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ വിളിക്കുന്നു. കർണാടക സർക്കാരിൽ നിന്നും നിരന്തരം വിളികൾ ഉണ്ടാകുന്നു. കർണാടകയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ ഇതിന് പിന്നാലെ ചോദിച്ചൊരു ചോദ്യമുണ്ട്: ലോറിയുടെ ഡ്രൈവർക്കാണോ ലോറിയുടെ ഉടമസ്ഥനാണോ ഇത്രയധികം പിടിപാടുള്ളത്? എന്നാൽ മറുപടി ഇങ്ങനെയായിരുന്നു: ലോറിയുടെ ഡ്രൈവർക്കും അതിന്റെ ഉടമസ്ഥനും പിടിപാടൊന്നുമില്ല, പക്ഷേ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഒരു മലയാളിയാണ്. ഈ വാക്കുകൾ നൽകുന്ന പ്രതീക്ഷ, അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ഒരുപാട് പ്രതിസന്ധികൾ മുന്നിൽ കണ്ട മലയാളിക്ക് പ്രതീക്ഷിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. ഒന്നിനും അവരെ തകർക്കാനും കഴിയില്ല. പ്രാർത്ഥനയോടെ, കാത്തിരിപ്പോടെ കേരളക്കര ഒന്നാകെ അർജുന്റെ കുടുംബത്തിനും അതോടൊപ്പം അങ്കോലയിലെ മണ്ണിനടിയിൽ ഇപ്പോഴും ശുഭപ്രതീക്ഷയോടെ തിരിച്ചുവരാൻ കാത്തിരിക്കുന്ന അർജുനും ഒപ്പമുണ്ട്.